ലവ് ജിഹാദ് ആരോപണത്തെ തുടർന്ന് കേരളത്തിൽ അഭയം തേടിയ ദമ്പതികളെ തേടി വീണ്ടും ജാർഖണ്ഡ് പോലീസ് ആലപ്പുഴയിലെത്തി. ഗാലിബിനെയും ആശയെയും കള്ളക്കേസിൽ കുടുക്കി തിരികെ കൊണ്ടുപോകാൻ രാജറപ്പ പോലീസിന്റെ ശ്രമം ഇന്നലെ രാത്രിയും തുടർന്നു. രാജറപ്പ പോലീസ് രജിസ്റ്റർ ചെയ്ത കിഡ്നാപ്പിംഗ് കേസിന്റെ എഫ്ഐആർ ന്യൂസ് 18 ലഭിച്ചു. ഗാലിബിനെതിരെ കള്ളക്കേസെടുത്ത പോലീസ് ആശയെ മാത്രം വിട്ടു നൽകിയാൽ മതിയെന്നുള്ള ആവശ്യമാണ് ഉന്നയിച്ചത്. കഴിഞ്ഞ ദിവസവും അതായത് 2 ദിവസം മുന്നേയും കായംകുളം പോലീസ് സ്റ്റേഷനിൽ ഇവർ സ്റ്റേറ്റ്മെന്റ് കൊടുത്തതാണ്. ഇവരുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് കായംകുളം പോലീസ് സ്റ്റേഷൻകാർ ഇവരുടെ 2 പേരുടെ മൊഴി രേഖപ്പെടുത്തിയത്. മൊഴി രേഖപ്പെടുത്തി എല്ലാം കഴിഞ്ഞിട്ടാണ് ഇവരെ വിട്ടതും. അതിനുശേഷം ഈ പോലീസുകാർ ഇവിടെ തന്നെ തുടരുകയായിരുന്നു. അത് കഴിഞ്ഞ് ഇന്നലെ രാത്രിയിൽ ഇവര് മറ്റൊരു വാറണ്ട് കേസ്, മറ്റൊരു ഫേക്ക് വാറണ്ട് കേസുമായിട്ട് ഗാലിബിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഓരോ ദിവസം കഴിയുന്തോറും ഓരോരോ കാര്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇവർ. ഇന്നലെ കായംകുളം പോലീസ് സ്റ്റേഷനിൽ നിന്ന് എനിക്ക് കോള് വരുമായിരുന്നു. ഇവിടുന്ന് ആളുകൾ വന്ന് നിൽപ്പുണ്ട്, ഗാലിബിനെ വിട്ടുകൊടുക്കണമെന്നും പറഞ്ഞു. ആശയാണ് അവർക്ക് ആവശ്യം. ആശയുടെ സഹോദരിയും ഈ പോലീസ് ഉദ്യോഗസ്ഥരും ആശയുടെ മറ്റൊരു ബന്ധുവും കൂടിയാണ് 14-ാം തീയതി ഇവിടെ വന്നിരുന്നത്. അന്നും അവർ സ്റ്റേറ്റ്മെന്റ് എഴുതിയെടുത്തോണ്ട് പോയിരുന്നതാണ്. വീണ്ടും വന്നു. ബാക്കിയെല്ലാം പിന്നീട് നമ്മൾ നിയമപരമായിട്ട് ചെയ്തു, സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളും എല്ലാം. എന്നിട്ട് പോലും ഇവരെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. യാതൊരു തരത്തിലും നിയമം എന്താണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. കേരള പോലീസ് നിയമ തടസ്സം അറിയിച്ചിട്ടും രാജറപ്പ പോലീസ് കായംകുളത്ത് തുടരുകയാണ്. അതിനിടെ ആശയുടെയും ഗാലിബിന്റെയും റിട്ട് ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടാണ് ഹർജി. ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, ഇതിപ്പോൾ കേരള പോലീസും ജാർഖണ്ഡ് പോലീസും തമ്മിലുള്ള ഒരു തർക്കത്തിലേക്ക് കൂടി കാര്യങ്ങൾ കടക്കുന്നു. ഇതിൽ നിയമപരമായിട്ട് എങ്ങനെയുള്ള ഒരു സംരക്ഷണമാണ് ഇവർക്ക് ലഭിക്കുക? അത് ഹൈക്കോടതി ഇതിനകത്ത് ഇടപെടുന്നത് വരെ കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങളുണ്ടോ? ഏത് കേസാണ് ആശയെ വിട്ടുതരണമെന്ന് പറഞ്ഞുകൊണ്ട് ശക്തമാക്കി മുന്നോട്ട് വെക്കുന്നത് രാജറപ്പ പോലീസ്? അപർണ, ഇന്നലെ അവർ കൊണ്ടുവന്ന പുതിയ വാറന്റ് പ്രകാരം ഒരു കിഡ്നാപ്പിംഗ് കേസാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതായത് ഗാലിബ് ആശയെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള ഒരു കേസാണ് ഇപ്പോൾ രാജറപ്പ പോലീസ് കഴിഞ്ഞ 22-ന് എഫ്ഐആർ ഇട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ കേസിലെ ഏറ്റവും വലിയ കള്ളക്കളി എന്ന് പറയുന്നത് കഴിഞ്ഞ 14-ന് രാജറപ്പ പോലീസ് കായംകുളത്തെത്തിയിരുന്നു. കായംകുളം പോലീസിന്റെ, കേരള പോലീസിന്റെ സാന്നിധ്യത്തിലാണ് ആശയുടെ മൊഴി രേഖപ്പെടുത്തിയത്. ആശയുടെ പോലീസ് സ്റ്റേഷനിൽ ഇരുന്ന് 14-ന് രാത്രി തുടങ്ങിയ മൊഴിയെടുപ്പ് 15-ന് പുലർച്ചെ വരെ നീണ്ടു. 15-ന് ആശ സ്വമേധയാ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഗാലിബുമായി ജീവിക്കാൻ കായംകുളത്തേക്ക് പുറപ്പെട്ടതെന്നും കേരളത്തിൽ തങ്ങൾ സുരക്ഷിത ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകുന്നത്. രാജറപ്പ പോലീസ് കിഡ്നാപ്പിംഗ് കേസുമായി ബന്ധപ്പെട്ടാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് അങ്ങനെ ഒരു കേസാണ് മുന്നോട്ട് വെക്കുന്നതെങ്കിലും ആശയം മാത്രം വിട്ടു നൽകിയാൽ മതി എന്ന് ജാർഖണ്ഡ് പോലീസ് പറയുന്നു. അങ്ങനെ അതായത് ഒരു കേസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള നിയമ നടപടിക്രമങ്ങളിലേക്ക് പോലുമല്ല രാജറപ്പ പോലീസ് കടക്കുന്നത് എന്ന് വ്യക്തം. അതേസമയം നിയമ തടസ്സം അറിയിച്ചിരിക്കുന്നു കേരള പോലീസ്. ശരണ്യ, തുടരാം. അപർണ, ഇപ്പോൾ ഈ രാജറപ്പ പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന എഫ്ഐആറിന് തന്നെ വലിയ പ്രശ്നങ്ങളുണ്ട്. അതായത് 14-ന് പുലർച്ചെ ഇവർ കായംകുളം പോലീസ് സ്റ്റേഷനിൽ എത്തുകയും ആശയുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഗാലിബ് തന്നെ തട്ടിക്കൊണ്ടു പോകുന്നതല്ല, മറിച്ച് താൻ സ്വമേധയാ സ്വന്തം ഇഷ്ടപ്രകാരം ഗാലിബിനൊപ്പം എത്തിയതാണ്. കേരളത്തിൽ സുരക്ഷിതത്വം ഉള്ളതുകൊണ്ടും സുഹൃത്തുക്കൾ ഉള്ളതുകൊണ്ടും കേരളത്തിലെത്തി എന്നുള്ളതാണ്. ഇവിടെ വിവാഹിതരാണ്, അവർ സമാധാനപരമായി മുന്നോട്ട് പോകുന്നതെന്ന് അടക്കമുള്ള മൊഴിയാണ് നൽകിയിട്ടുള്ളത്. ഈ മൊഴിപ്പകർപ്പ് നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഇത് പ്രകാരം ഈ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ 15-ാം തീയതിയാണ്. അതിനുശേഷം അതായത് ജാർഖണ്ഡ് പോലീസ് ഇവിടെ എത്തി. രാജറപ്പ പോലീസ് കേരള പോലീസിന്റെ കായംകുളത്തെ പോലീസ് സ്റ്റേഷനിൽ വെച്ചാണ് ഈ മൊഴി രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ മൊഴി രേഖപ്പെടുത്തി ഈ ആശ സുരക്ഷിതയാണെന്ന് മനസ്സിലായതിനു ശേഷം പിന്നീട് ഇവർ കഴിഞ്ഞ 22-ന് വീണ്ടും ഒരു കേസ് എഫ്ഐആർ
ഇടുകയായിരുന്നു. അത് കിഡ്നാപ്പിംഗ് കേസായാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് കള്ളക്കേസാണ് എന്നുള്ള ആരോപണം നമുക്ക് തെളിയിക്കപ്പെടുമെന്ന് കഴിയും. കാരണം ആ എഫ്ഐആറിന്റെ പകർപ്പും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ എഫ്ഐആർ പ്രകാരം 22-ന്, അതായത് 15-ന് കേരളത്തിലെത്തി സകല കാര്യങ്ങളും ബോധ്യമുള്ള ജാർഖണ്ഡ് പോലീസ് 22-ന് വീണ്ടും കിഡ്നാപ്പ് കേസ് രജിസ്റ്റർ ചെയ്തു എന്നുള്ളതാണ്. എന്തായാലും കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇവർ ഭരണഘടനാപരമായ അവകാശങ്ങൾ, ഇന്ത്യൻ പൗരന്മാരാണ് രണ്ടുപേരും. അതുകൊണ്ട് തന്നെ അവർക്ക് എവിടെ വേണമെങ്കിലും താമസിക്കാനും പ്രായപൂർത്തിയായാൽ വിവാഹത്തിനുമുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും തുടരുന്ന സാഹചര്യമുണ്ട്. ആ ഭരണഘടനാപരമായ അവകാശങ്ങൾ ഉള്ളിടത്തോളം അവരെ ഇവിടുന്ന് ബലമായി കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളതാണ് കേരള പോലീസ് എടുത്തിട്ടുള്ള നിലപാട്. അതുതന്നെയാണ് കായംകുളം പോലീസ് രാജരപ്പ പോലീസിനെ അറിയിച്ചിട്ടുമുള്ളത്. പക്ഷേ അങ്ങനെ നിലനിൽക്കുമ്പോൾ തന്നെയും ഇന്നലെ രാത്രിയോടുകൂടി ഇവർ വീണ്ടും സെർച്ച് വാറണ്ടുമായി എത്തുകയായിരുന്നു. തുടർന്ന് ഈ ഒരു നിയമ നടപടിക്ക് ഇവിടെ കേരളത്തിലെത്തിയാൽ തീർച്ചയായും കേരള പോലീസിന്റെ സഹായത്തോടു കൂടി വേണം ഈ നിയമ നടപടികൾ പൂർത്തീകരിക്കാൻ. അതിന് കൂട്ടുനിൽക്കാനാവില്ല എന്ന് കേരള പോലീസ് അറിയിച്ചു. തുടർന്ന് കായംകുളം പോലീസ് തങ്ങൾ നിസ്സഹായരാണ്, അതിനകത്ത് തങ്ങൾക്ക് ഇടപെടാൻ കഴിയില്ല എന്നുള്ള നിലപാട്, അവർ പ്രതീക്ഷാവഹമായ നിലപാടാണ് കേരള പോലീസ് സ്വീകരിച്ചത് എന്നുള്ളതാണ്. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇന്ന് ആശ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ആശയുടെ റിട്ട് ഹർജി ഭരണഘടനയുടെ ആർട്ടിക്കിൾ 226 പ്രകാരമുള്ള ഭരണഘടനാപരമായി ഒരു പൗരന് നൽകേണ്ട അല്ലെങ്കിൽ ലഭിക്കേണ്ട അവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടണം, അത് ഉറപ്പിച്ചു കിട്ടണം, അത് ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിന്റെ DGPയെയും ഒപ്പം തന്നെ ആലപ്പുഴ SP, കായംകുളം സ്റ്റേഷൻ SHO എന്നിവരെ എതിർകക്ഷികളായി നിർത്തിക്കൊണ്ട് ഉള്ള റിട്ട് ഹർജിയാണ് ഹൈക്കോടതിയിൽ ഇന്ന് ഉള്ളത്. ഹൈക്കോടതിയിൽ ഇന്ന് അഡ്വക്കേറ്റ് ശ്രാവൺ ഇവർക്ക് വേണ്ടി ഉച്ചയ്ക്ക് ശേഷം ഹാജരാവുകയും ചെയ്യും. ഈ റിട്ട് ഹർജിയിൽ ഹൈക്കോടതി എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതും പ്രധാനമാണ്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിയമപരമായി അവർക്ക് ഇവിടെ നിൽക്കുന്നതിന് യാതൊരു തടസ്സവും ഇല്ല എന്നുള്ളതാണ്. പക്ഷേ ഈ പ്രകാരം, അതായത് ജാർഖണ്ഡ് പോലീസ് മുന്നോട്ട് വെക്കുന്ന അവകാശവാദങ്ങൾ അല്ലെങ്കിൽ ആവശ്യങ്ങൾ വളരെ വിചിത്രമാണ്. അവർക്ക് ഈ കേസിൽ ഗാലിബിനെതിരെയാണ് പുതിയ FIR വീണിട്ടുണ്ടെങ്കിൽ ഗാലിബിനെയല്ല അവർക്ക് ആവശ്യം. ഗാലിബ് ഇവിടെ നിന്നോട്ടെ, പക്ഷേ ആശയെ തങ്ങൾക്കൊപ്പം വിട്ടു നൽകണം എന്നുള്ള ആവശ്യമാണ് ഉന്നയിക്കുന്നത്. പക്ഷേ ആശ അവർക്കൊപ്പം പോകാൻ തയ്യാറാകില്ല. നിയമപരമായ ആശ അവർക്കൊപ്പം പോകേണ്ട സാഹചര്യമില്ല, ഗാലിബും പോകേണ്ട സാഹചര്യമില്ല. കാരണം കേരളത്തിലെ പോലീസ് സംവിധാനത്തിന്റെ മുമ്പിൽ വെച്ചാണ് ആശയുടെ സ്റ്റേറ്റ്മെന്റ് അവർ ഒപ്പിട്ട് വാങ്ങിയത്. അതിനുശേഷമാണ് ഈ FIR വീണിരിക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയം. അതുകൊണ്ട് തന്നെ ഇതൊരു കള്ളക്കേസാണ്. അത്തരത്തിൽ നിയമപരമായ പരിരക്ഷ നൽകേണ്ട ആവശ്യം ഇല്ല എന്നുള്ളത് കായംകുളം സ്റ്റേഷനിൽ വെച്ച് എടുത്ത ഈ സ്റ്റേറ്റ്മെന്റ് പ്രകാരം അവിടുത്തെ CCTV ദൃശ്യങ്ങളടക്കം അത് ഉള്ളതുമാണ്. പക്ഷേ ഇവരെ ഏത് സമ്മർദ്ദത്തിനും അടിപ്പെടുത്തിക്കൊണ്ട് ഇവരെ അങ്ങോട്ട് എത്തിക്കുക, അതായത് ഇവരുടെ സ്ഥലമായ ചിത്തൂരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അവിടുത്തെ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബന്ധുക്കൾക്കപ്പുറത്തേക്ക് അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ഇതൊരു ആയുധമായി എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് അവർ ഉന്നയിക്കുന്നത്. വലിയ പ്രതിഷേധം അവിടെ ഹിന്ദു മഹാസഭ അടക്കമുള്ള സംഘടനകളുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം നടക്കുന്നു. അങ്ങനെ ഒരു ഘട്ടത്തിൽ അവിടേക്ക് ഇതര മതസ്ഥനായ ഒരാളെ വിവാഹം ചെയ്ത ആശ തിരികെ പോവുക എന്നുള്ളത് അവരുടെ ജീവനെ വരെ ബാധിക്കുന്ന കാര്യമാണ് എന്നുള്ള ആശങ്ക ആ പെൺകുട്ടി പങ്കുവെക്കുന്നുണ്ട്. അതുകൊണ്ട് നാട്ടിലേക്ക് ഒരു കാരണവശാലും മടങ്ങിപ്പോകാൻ കഴിയില്ല എന്നുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. കേരളത്തിലാണ് താൻ നിൽക്കുന്നത്. കേരളത്തിന്റെ മതേതര മൂല്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് രാഷ്ട്രീയ സംഘടനകൾ കൂടി ഇതിനകത്ത് പിന്തുണയുമായി എത്തുന്ന ഒരു സാഹചര്യമുണ്ട്.